നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 2023 PSC നടത്തിയ ഖാദി ബോർഡ് LDC പ്രിലിംസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കഷനാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന LGS 10th പ്രിലിംസ് മുതലായ പരീക്ഷകൾക്ക് ഈ ചോദ്യ പേപ്പർ നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഓക്കെ, ഉറപ്പായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? എസ് സോമനാഥാണ്. സോമനാഥ്. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേരെന്ത്? ലീലാതിലകം. ലീലാതിലകം. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? വിപണനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ്? ചൈനയിലാണ്. ചൈന. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? പരിസ്ഥിതിയാണ്. പരിസ്ഥിതി. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? മിഥാലി രാജ്. മിഥാലി രാജ്. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? ദാമോദർ മൗസോ. ദാമോദർ മൗസോ. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? മീററ്റിലാണ്. മീററ്റ്. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ഫെബ്രുവരി മാസം 28. ഫെബ്രുവരി 28. ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? 2021. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നതാണ് തെറ്റ്. ഖൈബർ ചുരം ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ ആണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ശരി. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നു. ശരിയാണ്. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. ശരി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏത്? ബ്രസീലാണ്. ബ്രസീൽ. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന LGS പരീക്ഷയ്ക്ക് വേണ്ടി ഫൈനൽ റിവിഷൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഓപ്പൺ ആണ്. അതിൽ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഫുൾ സിലബസ് വൈസ് ക്ലാസ്, അതുപോലെ ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ഓടിച്ചു നോക്കാനും മാർക്ക് ഉറപ്പിക്കാനും പറ്റിയൊരു ബാച്ചാണ്. അപ്പോൾ വളരെ തുച്ഛമായ ഫീസിലാണ് ബാച്ച് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി കുറച്ച് നാളെ പരീക്ഷയ്ക്കുള്ളൂ. അത് ആ ദിവസങ്ങൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊള്ളാം. കൂടാതെ 10th പ്രിലിംസ് 2024-25 പ്രിലിംസിന് വേണ്ടി മാത്രമുള്ള ബാച്ച് അവൈലബിൾ ആണ്. പിന്നെ പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ന് പറഞ്ഞിട്ടും ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചിലേക്ക് എല്ലാം ഇപ്പോൾ ഫീസിന് നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്യാം. ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത്. എല്ലാ കോഴ്സിനും സ്റ്റഡി പ്ലാനോട് കൂടിയാണ് കോഴ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ കോഴ്സിലും ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, SCRT NCRT ക്ലാസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ആനമുടി. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏത്? ശുദ്ധജല തടാകം അല്ലാത്തത് സംഭാർ തടാകം. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല? റൂർക്കേലയാണ്. റൂർക്കേല. അടുത്ത ചോദ്യം, കോർബ കൽക്കരി പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സാദിയ ധൂബ്രി. നാഷണൽ
റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ്. ഹൈദരാബാദ്. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ബംഗാളി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? മൗലികാവകാശങ്ങൾ ന്യായവാദാർഹം അല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. ന്യായവാദാർഹമാണ്. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷമേത്? 2005 ആണ്. 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ആന, കാള, സിംഹം, കുതിര എന്നിവയാണ് ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് സ്വത്തവകാശമാണ്. ബാക്കിയെല്ലാം മൗലികാവകാശങ്ങളാണ്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ മാസം 22-നാണ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? സംബാദ് കൗമുദി. ബംഗാളി ഭാഷയിൽ സംബാദ് കൗമുദി. 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിതയാണ് മാഡം ഭിക്കാജി കാമ. മാഡം ഭിക്കാജി കാമ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് കുമാരഗുരുദേവൻ. കുമാരഗുരുദേവൻ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആര്? ദാദാഭായി നവറോജി. ദാദാഭായി നവറോജി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി കെ കേളപ്പനാണ്. കെ കേളപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. ഇടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? വയനാട് ജില്ലയാണ്. വയനാട് ജില്ല. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം. കേരളത്തിലെ ദേശീയ ജലപാത NW3. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ്
ഗൗരി പാർവതി ഭായി. ഗൗരി പാർവതി ഭായി. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏത്? ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ലാഹോറിൽ വെച്ചാണ്. ലാഹോർ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. കേരളത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാ? 1957. 1957. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് ഫസൽ അലി. ഫസൽ അലി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം ഏതാ? മീററ്റാണ്. മീററ്റിൽ നിന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത്. കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏതാണ്? ഓണമാണ്. ഓണം. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തുലാവർഷം എന്ന പേരിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ അറിയപ്പെടുന്നത്. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? അംശി നാരായണ പിള്ള. അംശി നാരായണ പിള്ള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ. തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അയ്യങ്കാളി. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം ഏത്? 1861. 1861. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിന്റെ പ്രധാന വേദി പയ്യന്നൂരാണ്. പയ്യന്നൂർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. വായുവിലൂടെ പകരുന്നത് ക്ഷയം, ചിക്കൻ പോക്സ് എന്നിവയാണ്. ക്ഷയം, ചിക്കൻ പോക്സ്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏത്? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ല്. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂമിക. ഭൂമിക. സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കർവി എന്നത് വിറ്റാമിൻ സിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്ലാസ്മ എന്ന പേരിൽ അറിയപ്പെടുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെല്ലിന്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തത് ഏത്? അല്ലാത്തത് അനാമിക, അർക്ക എന്നിവയാണ്. അനാമിക, അർക്ക. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത്? ആന്തോസയാനിൻ. ആന്തോസയാനിൻ. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര്? ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. ആനന്ദ് മോഹൻ ചക്രവർത്തി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത്? 1984. 1984. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. സെയിം അറ്റോമിക് നമ്പർ, ഡിഫറൻറ്റ് മാസ് നമ്പർ. ഏതാണ്? 6C12ഉം
6C14 ഇവിടെ രണ്ടും അറ്റോമിക് നമ്പർ 6 ആണ്. ബാക്കിയൊക്കെ നോക്കുമ്പോൾ അറ്റോമിക് നമ്പർ ഈ താഴെ എഴുതിയേക്കുന്നത് അറ്റോമിക് നമ്പർ എല്ലാം ഡിഫറെൻ്റ് ആണ്. മാസ് നമ്പർ ഡിഫറൻറ്റും അറ്റോമിക് നമ്പർ സെയിമും ആയിട്ടുള്ളതാണ് ഐസോടോപ്പുകൾ. അടുത്ത ചോദ്യം, അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏത്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ്. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. റെയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ലാന്തനോയിഡുകളാണ്. ലാന്തനോയിഡുകൾ. ഘനജലത്തിന്റെ രാസസൂത്രം ഹെവി വാട്ടർ D2O. D2O. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. 76. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി സംവഹനമാണ്. സംവഹനം. താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? പാരമ്പര്യ ഊർജ സ്രോതസ് മണ്ണെണ്ണയാണ്. മണ്ണെണ്ണ. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മംഗൾയാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് അപവർത്തനം. അപവർത്തനം. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഭ്രമണമാണ്. ഭ്രമണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഘട്ടത്തിൽ 80 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 80 GK ചോദ്യങ്ങൾ. ബാക്കി 20 മാത്സ് ആൻഡ് മെന്റലിബിലിറ്റി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അടുത്ത ചോദ്യ പേപ്പർ നോക്കാം. ഖാദി ബോർഡ് LDC 2ാം ഘട്ട പരീക്ഷയുടേതാണ്. ആദ്യത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തേ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924-25 കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. 2 ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് PSC ഡിലീറ്റ് ചെയ്തു. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് സഹായിച്ചത്. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് ഏത്? പാഞ്ചാലി ശബദം. പാഞ്ചാലി ശബദം സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ്. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, ഇതെല്ലാം വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളാണ്. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാ? മുംബൈ ആണ്. മുംബൈ. താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിന്റെ നിർബന്ധിത ചുമതല ഏത്? അവകാശ സംരക്ഷണം ആണ്. അവകാശ സംരക്ഷണം. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സതി നന്ദലാൽ ബോസ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദം ഏതാ? ലൂ ആണ്. ലൂ. മാരക രോഗമായ നിപ്പയ്ക്ക് കാരണം? നിപ്പ വൈറസ് ആണ് കാരണം. ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. കിഴക്ക് ബേ ഓഫ് ബംഗാളാണ്. പടിഞ്ഞാറ് അറബിക്കടലാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വതം. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് സമതലങ്ങളാണ്. സമതലങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഡക്കാൻ പീഠഭൂമിയാണ്. ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഝാരിയയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. വേലിയോർജം, ജൈവവാതകം, സൗരോർജം എന്നിവയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? ഖാരിഫ് വിള അല്ലാത്തത് ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ എന്നിവയാണ്. ബാക്കി നെല്ല്, പരുത്തി, ചണം, കരിമ്പ്, നിലക്കടല, ചോളം എന്നിവ ഖാരിഫ് വിളകളാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തി. കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണ് ഉള്ളത്. സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര്? വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്.
ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന? ചന്ദ്രയാൻ 3 2023 ജൂലൈ മാസം 14 വിക്ഷേപിച്ചത്. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാ? 42-ാം ഭരണഘടനാ ഭേദഗതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ രംഗനാഥ മിശ്രയാണ്. രംഗനാഥ മിശ്ര. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 22 ജൂലൈ 1947. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ്? സത്യമേവ ജയതേ എന്നതാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ്. ആന. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷമേത്? 2005 രൂപീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? പാർട്ട് 4A മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 226. അടുത്ത ചോദ്യം, INA രൂപീകരിച്ചത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആണ്. PSC കൊടുത്ത ഫൈനൽ ആൻസർ. ശരിക്കും രാജ് ബിഹാരി ബോസ് ആണ്. PSC കൊടുത്ത ഫൈനൽ ആൻസർ ഈ ചോദ്യപേപ്പറിൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ചതാര? റിപ്പൺ പ്രഭു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായ് ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതാ? ശാരദാ സദനാണ്. ശാരദാ സദൻ. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം ഏത്? 1969. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേമാതരം എടുത്തത്. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ ദിനം മൗലാന അബുൾ കലാം ആസാദ്. നവംബർ മാസം 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ആര്? VP മേനോനാണ്. ഫസൽ അലി, HN കുൻസ്രു, KM പണിക്കർ എന്നീ 3 അംഗ കമ്മീഷനായിരുന്നേ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആര്? ദാദാഭായ് നവറോജി. കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? BO ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാ? ഇടുക്കി ജില്ലയാണ്. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ പാലക്കാട് കറപ്പിക്കാറുണ്ട്. കറണ്ട് അഫെയർ ആണ്. ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ്? PJ ആന്റണിയാണ്. PJ ആന്റണി. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ഏഷ്യൻ ഗെയിംസിൽ MD വത്സമ്മ. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? കുന്തിപ്പുഴയുടെ ഭാഗമാണ് പാത്രക്കടവ് വെള്ളച്ചാട്ടം. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ്? നവീന ശിലായുഗത്തിന്റെ അവശേഷിപ്പുകളാണ് എടയ്ക്കൽ കേവ്സ്. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏതാ? കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത്? സൈലന്റ് വാലി 1984. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ബാണാസുര സാഗർ വയനാട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏതാ? കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂരാണ്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആര്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ
കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? അയ്യങ്കാളിയാണ്. സവർണജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏത്? ജാതിക്കുമ്മിയാണ്. പണ്ഡിറ്റ് AP കറുപ്പനാണ് ജാതിക്കുമ്മിയുടെ രചയിതാവ്. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല എന്നിവ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതിഭായ്. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരള സിംഹം. രചിച്ചതാര്? സർദാർ KM പണിക്കരാണ്. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിലാണ്? ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കുമാരഗുരുദേവനാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. C. ശങ്കരൻ നായർ. അമരാവതി കോൺഗ്രസ് സമ്മേളനം. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം മെനിഞ്ചസ് ആണ്. മെനിഞ്ചസ്. ഒരു ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ഹെപ്പറ്റൈറ്റിസ് ആണ്. ഹെപ്പറ്റൈറ്റിസ്. അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഗോയിറ്റർ. കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി തെന്നി നീങ്ങുന്ന സന്ധിയാണ്. കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശലഭം പദ്ധതി. പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കേഴ്സന്റെ പുസ്തകമാണ് നിശബ്ദ വസന്തം. നിശബ്ദ വസന്തം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നതാണ്. ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം ഏഴോം നെല്ലിനമാണ്. ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജാണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. നെഗറ്റീവ് ചാർജ് എന്നല്ലേ കൊടുത്തേക്കുന്നത്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? സിങ്കിന്റെ അയിരാണ് കലാമിൻ. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ന്യൂലാൻഡ്സ് ആണ് അഷ്ടക നിയമം ആവിഷ്കരിച്ചത്. ജലത്തിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാ? H2O. അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം PVC ആണ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? വികിരണം. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത അല്ലാത്തത്? പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിൻ്റെതേക്കാൾ ചെറുതായിരിക്കും. സവിശേഷതയല്ല. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. ഇത് രണ്ടുമാണ് അല്ലാത്തത്. അപ്പോൾ വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. ശരിയാണ്. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. ശരി. ചന്ദ്രൻ ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം 27 and 1/3 ദിവസം. അടുത്ത ചോദ്യം, പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏത് തരം ചലനമാണ്? വർത്തുള ചലനം. ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ നീരാവിയാണ്. നീരാവി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നേ. അപ്പോൾ ഇനി LGS 10th പ്രിലിംസ് മുതലായ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും നോക്കിയിട്ട് പോവുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ
LGS ഫൈനൽ റിവിഷൻ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പരീക്ഷ അടുത്തടുത്ത് വരുവാണ്. ഒരു ഫൈനൽ റിവിഷന് വേണ്ടിയിട്ടും കറണ്ട് അഫയേഴ്സിന് PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിന് എല്ലാം ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.